ഓക്കെ, നമുക്കിനി അടുത്തുള്ളത് എഫിഷ്യൻസി ഈറ്റ ഓഫ് എ ഫാൻ ഡിപ്പെൻസ്. അപ്പോൾ ബക്കിംഗ് ആൻഡ് സ്പൈ തിയറമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് റെയിലേ മെത്തേഡ് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ വേരിയബിൾസ് ഉണ്ടല്ലോ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ റെയിലേ മെത്തേഡ് വെച്ച് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ഡയമെൻഷണൽ ഹോമോജിനിറ്റി വെച്ചൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി അടുത്ത ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബക്കിംഗ് ആൻഡ് സ്പൈ തിയർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് കൂടി വരും. അതായത് 4 കൂടുമ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് എന്താണ് ഒരു എക്സാക്റ്റ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൂടി വരും. അപ്പോൾ ആ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബക്കിംഗ് ആൻഡ് സ്പൈ തിയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ബക്കിംഗ് ആൻഡ് സ്പൈ തിയറത്തിൻ്റെ ഡെഫിനിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു വെക്കാം. ഡയമെൻഷണൽ ഹോമോജിനിറ്റി ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന സാധനമാണ് റെയിലേ മെത്തേഡ് പോലെ തന്നെ. പക്ഷേ ആദ്യത്തെ ഒരു കുറച്ച് സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. നമ്മൾ ഈ വേരിയബിൾസിൻ്റെ എണ്ണം നോക്കിയിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിംഗ് ആണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റതുപോലെ എഫിഷ്യൻസി ഓഫ് എ ഫാൻ. അപ്പോൾ എഫിഷ്യൻസിയാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി. അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ എന്ത് വേണം? ഡയമെൻഷൻ നമ്മൾ അറിയണം. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ എന്താ പഠിച്ചേ? ഞാനത് നേരത്തെ പറഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ml⁻⁻3. അപ്പോൾ അത് ഒന്നുകൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല, അത് നോക്കി പഠിച്ചോളണം. രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ. അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ നമ്മൾ ml⁻⁻1 t⁻⁻1 ml⁻⁻1 t⁻⁻1. മൂന്നാമത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആംഗുലാർ വെലോസിറ്റി ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ്, ദറ്റ് ഈസ് t⁻⁻1. ഫോർത്ത് വൺ ഡയമീറ്റർ d. അപ്പോൾ എന്താണ്? L ഓഫ് ദ റോട്ടർ ആൻഡ് ദ ഡിസ്ചാർജ് Q. ദറ്റ് ഈസ് ഫിഫ്ത്ത് വൺ. Q ഈക്വൽ ടു Q എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, L³ t⁻⁻1. ഓക്കെ, എക്സ്പ്രസ് ഈറ്റ ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത്രയും വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് ഫങ്ഷൻ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞാൽ ഈറ്റ ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ഇത്രയും സാധനങ്ങൾ പറയുന്നത്: ഡെൻസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, ആംഗുലാർ വെലോസിറ്റി, ഡയമീറ്റർ, പിന്നെ ഡിസ്ചാർജ്. അപ്പോൾ ഇത് ഒരു വലിയ ഒരു എന്താണ് നമ്പർ ഓഫ് വേരിയബിൾസ് 4-നേക്കാട്ടി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബക്കിംഗ് ആൻഡ് സ്പൈ തിയർ ഉപയോഗിച്ച് ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബക്കിംഗ് ആൻഡ് സ്പൈ തിയർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത്, എഫിഷ്യൻസി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും: ഫങ്ഷൻ ഓഫ്, ഇതെല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് എഴുതാം. ഇതെല്ലാം കൂടെ ഫങ്ഷൻ എന്ന് പറയും. വേറൊരു ഫങ്ഷൻ എന്ന് കാണിക്കാനാണ് F1 എന്ന് കൊടുത്തത്. റോ ഡെൻസിറ്റി, ഈറ്റ റോ ഡെൻസിറ്റി, ഈറ്റ എഫിഷ്യൻസി റോ ഡെൻസിറ്റി, മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി, ഒമേഗ ആംഗുലാർ വെലോസിറ്റി, d ഡയമീറ്റർ, Q എന്ന് പറയുന്ന ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒറ്റ ഇതിൽ നമ്മൾ ബക്കിംഗ് ആൻഡ് തിയറത്തിൻ്റെ സ്റ്റെപ്പുകളും അതും എഴുതാൻ ചോദിക്കാറുണ്ട്. റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും എന്താണ് ഈ ഒരു പ്രോബ്ലം ഒരുമിച്ച് അങ്ങ് സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി സോൾവ്ഡ് പ്രോബ്ലംസ് ഞാൻ അവിടെ എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷൻ ഇതിലിട്ടേക്കാം. ബെൻസാൽ സാറിൻ്റെ ടെസ്റ്റിലുള്ളതൊന്ന് PDF ആക്കിയിട്ടേക്കാം അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അതെല്ലാം സോൾവ്ഡ് പ്രോബ്ലംസ് നോക്കിയിട്ട് പോകണം. അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും എഴുതി ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കിയിട്ട് പോകാം. ഇനി അടുത്ത വേണ്ടത് നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് പല പൈ ടേംസ് ആക്കി മാറ്റുന്നു. അപ്പോൾ അത് നമുക്ക് 2 പാരാമീറ്റേഴ്സ് അത്യാവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ ഡയമെൻഷൻസ് എല്ലാം എഴുതി നോക്കണം. ഈ എഫിഷ്യൻസിയുടെ ഡയമെൻഷൻ അല്ല, ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് ആണ്, അതറിയാലോ. അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഇല്ലല്ലോ, യൂണിറ്റ് ഇല്ലാത്ത സാധനമാണ്. പണ്ട് എഫിഷ്യൻസിക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസിൽ ഇവിടെ M വരുന്നുണ്ട്, L വരുന്നുണ്ട്, T വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു തവണയെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ വന്നാൽ അത് ഒന്നായിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ ഈ മൊത്തം നോക്കുമ്പോഴത്തേക്ക് അവിടെ എത്ര നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ട്? 3 ഉണ്ട്. ഈ ഡെൻസിറ്റിയിൽ 2 ഉള്ളൂ, പക്ഷേ മ്യൂവിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. അങ്ങനെയല്ല, ഇവിടെ എല്ലാത്തിലും 2 ഉള്ളെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് M, ഒരു സ്ഥലത്ത് L, ഒരു സ്ഥലത്ത് T വന്നാൽ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് number of fundamental dimensions small letter n is equal to 3. small letter n ആണ്. n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര എഴുതും? 3 mlt എഴുതും. ഇനി അടുത്ത നമ്മൾ എഫിഷ്യൻസി പറയും. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതി? n ഈക്വൽ ടു 3 എന്ന് എഴുതി. n അല്ല, m ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
ഇവിടെ എം ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കും. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയുണ്ടെന്ന് നോക്കും. നമ്പർ ഓഫ് വേരിയബിൾസ് സ്മാൾ ലെറ്റർ എൻ. ഇവിടെ ഇതും കൗണ്ട് ചെയ്യണം. 1 2 3 ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇതെല്ലാം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. അപ്പം 6. അപ്പോൾ ഇനി നമ്മൾ നമ്പർ ഓഫ് പൈ ടൈംസ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് പൈ ടൈംസ് കണ്ടുപിടിക്കും. എന്താണ് ഈ പൈ ടൈംസ് എന്ന് പറഞ്ഞാൽ, ബക്കിംഗ്ഹാംസ് പൈ തിയറത്തിൽ നമ്മൾ ഈ ഒരു ഇത്രയും വേരിയബിൾസ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും പല പല പൈ ടൈംസ് ആയിട്ട്. അതിൽ എത്ര ടേംസ് പൈ വേണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പൈ ടൈംസ് ഈസ് ഈക്വൽ ടു എത്രയാണ് എൻ മൈനസ് എം ചെയ്യുക. എൻ മൈനസ് എം എന്ന് പറഞ്ഞാൽ എത്ര? 6 മൈനസ് 3. എത്ര പൈ ടൈംസ് ഉണ്ട്? അപ്പം 3 പൈ ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പൈ ടൈം പൈ 1 ഈക്വൽ ടു എന്ന് പറഞ്ഞെടുക്കേണ്ടി വരും, പൈ 2 എന്ന് പറഞ്ഞെടുക്കേണ്ടി വരും, പൈ 3. അങ്ങനെ എത്ര പൈ ടൈംസ് ഉണ്ട്? 3 പൈ ടൈംസ് നമുക്ക് അവിടെ എടുക്കേണ്ടി വരും. ഇനി ഈ 3 പൈ ടൈംസ് എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ 3 പൈ ടൈംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് 3 പൈ ടൈംസ് ആക്കി കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ റൈറ്റ് ഫങ്ഷൻ ഓഫ് എന്താണെന്നറിയാമോ? പൈ 1, പൈ 2, പൈ 3 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഫങ്ഷൻ ഓഫ് എന്താണ്? ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് 0 എന്ന് എഴുതി. അപ്പോൾ ഇതിനെ 3 പൈ ടൈംസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഫങ്ഷൻ ഓഫ് എന്താണ്? പൈ 1, പൈ 2, പൈ 3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പൈ ടൈംസിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എത്രയെന്ന് നോക്കുക. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എന്താണ്? ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് 3 എന്ന് പറഞ്ഞാൽ ഈ 3 പൈ ടൈമിലും ആദ്യത്തെ 3 ടേംസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരും, ഒരേപോലെ വരും. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? മൊത്തത്തിൽ എത്ര സാധനങ്ങളുണ്ട്? എത്ര വേരിയബിൾസ് ഉണ്ട്? 1 2 3 4 5 6. അതിൽ 3 എണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ബാക്കിയുള്ള ഒരെണ്ണം ഓരോ പൈ ടൈമിലും എക്സ്ട്രാ ഡിഫറൻസ് വരും. അപ്പോൾ പൈ ടൈമിൽ വ്യത്യാസം എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന ഒരു ടേം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 എണ്ണം എപ്പോഴും എന്തായിരിക്കും? റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ എഫ് എമ്മിൽ 3 നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് മിക്കപ്പോഴും കാണും. അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത് MLT. നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത് MLT എത്ര എണ്ണം ഉണ്ടോ നോക്കിയിട്ടാണ്. അതായത് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എത്ര ഉണ്ടോ അത്രയായിരിക്കും നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ 3 എണ്ണമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ബാക്കി 3 എണ്ണം ഓരോന്നിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഓരോ പൈ ടൈമും തമ്മിലുള്ള വ്യത്യാസം ആ 4ാമത് വരുന്ന ഈ ഒരു ടൈമിലായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ചൂസിങ് ഓഫ്, അതായത് എങ്ങനെ നമുക്ക് പൈ ടൈംസ് ചൂസ് ചെയ്യാം. ചൂസിങ് പൈ ടൈംസ് അല്ല, റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യാം. അപ്പം എങ്ങനെ നമുക്കിത് ചൂസ് ചെയ്യാം? അതായത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് എങ്ങനെ ചൂസ് ചെയ്യാം? അപ്പോൾ അതിൽ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജിയോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ജിയോമെട്രിക് പ്രോപ്പർട്ടി. അപ്പോൾ ജിയോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ലെന്ത്, ബ്രെഡ്ത്ത്, അങ്ങനെയൊക്കെയുള്ള ഡയമീറ്റർ, അങ്ങനെയൊക്കെയുള്ള സാധനമായിരിക്കണം. ജിയോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒരു ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കണം. ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ആക്സലറേഷൻ, അങ്ങനെയുള്ള സാധനം. എക്സാമ്പിൾ വെലോസിറ്റി. ഇനി മൂന്നാമത്തെ റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഡെൻസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, അങ്ങനെയുള്ള സാധനം അല്ലേ? റോ, എക്സാമ്പിൾ റോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ജിയോമെട്രിക് പ്രോപ്പർട്ടി. ഇതിൽ പിന്നെ ഒരു കാര്യം ആലോചിക്കുക. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കഴിവതും ഒഴിവാക്കുക. റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ട, അതിനെ കഴിവതും എന്ത് ചെയ്യുക? മാറ്റി നിർത്തുക. അപ്പം ഞാൻ ഈ ഒരു സാധനത്തിനെ എന്ത് ചെയ്തു? മാറ്റി നിർത്തുന്നു. ബാക്കി ജിയോമെട്രിക് പ്രോപ്പർട്ടിയിൽ തപ്പുവാണ്. റോ എന്ന് പറയുന്നത്, റോയിൽ ഡി എന്ന് പറയുന്ന ഡയമീറ്ററാണ് ജിയോമെട്രിക് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡി എന്ന് പറയുന്നത് ഞാൻ ഒന്നാമത്തെ റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട്. അപ്പോൾ എല്ലാത്തിലും ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. പക്ഷേ പവർ വ്യത്യാസമാണ്. ഇവിടെ A1 എന്ന് കൊടുക്കും, ഇവിടെ A2 എന്ന് കൊടുക്കും, ഇവിടെ പവർ A3 എന്ന് കൊടുക്കും. മൂന്നും വ്യത്യാസമായിട്ട് അറിയാൻ വേണ്ടി A1, A2, A3 കാര്യം മൂന്നിലും വ്യത്യാസമുള്ള പവറായിരിക്കും കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ റിപ്പീറ്റിംഗ് വേരിയബിൾ എടുക്കേണ്ടത് എപ്പോഴും ഫ്ലോ പ്രോപ്പർട്ടിയാണ്. ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്ചാർജ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വെലോസിറ്റി, ഇവിടെ ഇപ്പോൾ വെലോസിറ്റി ഉണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എടുത്തു കഴിഞ്ഞു? നമ്മൾ ഇവിടെ എന്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞു? ഡയമീറ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കുള്ളത് വെലോസിറ്റി. ഇവിടെ ആംഗുലാർ വെലോസിറ്റി എടുക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ആംഗുലാർ വെലോസിറ്റി എടുത്തു. ഒമേഗ എന്ന് പറയുന്ന സാധനം എടുത്തു. ഒമേഗ ഡയമെൻഷൻ കുറഞ്ഞ സാധനം എടുക്കുന്നതാണ് എത്രപ്പെടും നല്ലത്.
ഇതപ്പം B1 കൊടുത്ത് പവർ, ഇവിടെ B2 കൊടുത്ത് പവർ, ഇവിടെ B3 കൊടുത്ത് പവർ. അപ്പോൾ ഫ്ലോ പ്രോപ്പർട്ടി ആയി. അപ്പം ജിയോമെട്രി പ്രോപ്പർട്ടി എടുത്ത് ഫ്ലോ പ്രോപ്പർട്ടി എടുത്ത്. ഇനി അപ്പം എന്തും നമ്മുടെ ഒമേഗയെ എടുത്തു. ഇനി ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഡെൻസിറ്റി ഉണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡെൻസിറ്റി എടുക്കുന്നു, ചെറിയ ഒരു ഡയമെൻഷൻ ആയതുകൊണ്ട്. കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മാറുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കും. ഡെൻസിറ്റി എടുത്തു. ഡെൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റേസ് ടു C1 കൊടുക്കണം, ഇവിടെ ഡെൻസിറ്റി റേസ് ടു C കൊടുക്കണം, ഡെൻസിറ്റി റേസ് ടു C3 കൊടുക്കണം. അപ്പോൾ ഇത് മൂന്നും എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഏതൊക്കെയാണ്? ഈറ്റ, മ്യൂ, ക്യൂ. ഈ 3 സാധനങ്ങളാണല്ലോ. ഈ 3 സാധനങ്ങളും ഇതിൽ അങ്ങ് കൊടുക്കുക ഓരോന്നിലായിട്ട്. ഇത് ഈറ്റ എഫിഷ്യൻസി, മ്യൂ എന്ന് പറഞ്ഞ ഡൈനാമിക് വിസ്കോസിറ്റി, ക്യൂ. ഒരു സാധനത്തിന് പവർ കൊടുക്കരുത്. ഈ 3 എന്ത് കൊടുത്തിട്ടില്ല? ഞാൻ പവർ കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ, ഇത്രയാണ് സത്യം പറഞ്ഞാൽ ബക്കിംഗ്ഹാം സ്ക്വയർ തിയറം ഇവിടെ വെച്ച് തീരുക. ഇനി ബാക്കിയെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത എന്താണോ അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യന് ചെയ്തത് എന്താണോ അത് അതേപടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഒന്നാമത്തെ പൈ ടൈം എടുക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പൈ ടൈം π1 ഈസ് ഈക്വൽ ടു d റേസ് ടു a1 rho raised to b1, sorry, omega raised to r1 rho raised to c1 into efficiency eta. ഇനി ഇതിലെല്ലാം ഡയമെൻഷൻസ് കൊടുത്തും. പൈക്ക് ഡയമെൻഷൻ ഇല്ല. m raised to 0, l raised to 0, t raised to 0 which is equal to l raised to a1. ഒമേഗയുടെ ഡയമെൻഷൻ എന്താണ്? t raised to -1 the whole raised to b1. റോയുടെ ഡയമെൻഷൻ എന്താണ്? m l raised to -3 the whole raised to c1. ഇതിന് ഡയമെൻഷൻ ഇല്ല. അപ്പം m raised to 0, m raised to 0, l raised to 0, t raised to 0 അത് ഞാൻ കൊടുക്കുന്നില്ല എന്തായാലും. ഇനി ഇതിനകത്തോട്ട് കയറിയിട്ട് കഴിഞ്ഞാൽ m raised to 0, l raised to 0, t raised to 0 is equal to l raised to a1, t raised to -b1. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത് തന്നെ. m raised to c1, l raised to -c1. ഇനി ഇവിടെ നിന്ന് എന്ത് കിട്ടും? m raised to 0, l raised to 0, t raised to 0 which is equal to m raised to c1 ആദ്യം എഴുതി, വേറൊന്നുമില്ല, l raised to a1 multiplied m raised to c1 into l raised to a1. ഇവിടെ l raised to -3c1 അത് തീർന്ന്, l തീർന്ന്. പിന്നെ അടുത്ത് എന്താണ്? t raised to -b1. ഇനി ഇവിടെ m-ൻ്റെ പവർ എത്രയാണ്? 0 which is equal to ഇവിടുത്തെ m-ൻ്റെ പവർ c1. c1ന് 0 എന്ന് കിട്ടി. l-ൻ്റെ പവർ ഇവിടെ 0. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? a1 -3c1. ഇവിടെ t-യുടെ പവർ 0. ഇവിടെ എന്ത് കിട്ടും? -b1 0 കിട്ടി. ബിയും ഇതും 0 കിട്ടി. ഇപ്പോൾ c 0 ആണെങ്കിൽ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. c1 ഈക്വൾ ടു 0 അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a1 - 0 ഈസ് ഈക്വൾ ടു 0 എന്ന് കിട്ടും. അവിടെ നിന്ന് a1ഉം 0 എന്ന്, എല്ലാം 0 എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാം 0 കിട്ടിയെങ്കിൽ ഈ ഒരു പൈ ടൈം എങ്ങനെ മാറുമെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. π1 ഈസ് ഈക്വൾ ടു d റേസ് ടു 0 ഇൻറ്റു ഒമേഗ റേസ് ടു b1. b1ഉം 0 ആണ്. 0 റോ റേസ് ടു c1. c1 ഈസ് ഈക്വൾ ടു 0 ആണ്. ഈറ്റ മാത്രം വരും. ഇത് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ π1 ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും? എഫിഷ്യൻസി ഈറ്റ എന്ന് കിട്ടും. അപ്പോൾ π1നെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വെച്ചു. ഇനി ഇതേപടി നമ്മൾ എന്തെടുക്കണം? π1 തീരുമാനമായി. ഇനി π2 എടുക്കണം. π2 ഈക്വൽസ് d റേസ് ടു a2 ഒമേഗ റേസ് ടു b2 റോ റേസ് ടു c2 ഇൻറ്റു മ്യൂ. അപ്പോൾ π2ൻ്റെ എന്ത് കിട്ടും? m റേസ് ടു 0, l റേസ് ടു 0, t റേസ് ടു 0 ഈസ് ഈക്വൽ ടു d റേസ് ടു a2. d റേസ് ടു a2 എന്ന് പറയുമ്പോഴത്തേക്ക് l റേസ് ടു a2 ഒമേഗ റേസ് ടു b2. ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? t റേസ് ടു -1 the whole റേസ് ടു b2. റോ എന്ന് പറയുന്നത് m l റേസ് ടു -3 the whole റേസ് ടു c2. മ്യൂ എന്ന് പറയുന്നത് m l റേസ് ടു -1 t റേസ് ടു -1. ഇവിടുന്ന് m റേസ് ടു 0, l റേസ് ടു 0, t റേസ് ടു 0 is equal to l റേസ് ടു a2 into t റേസ് ടു -b2 into m റേസ് ടു c2, l റേസ് ടു -3c2, m l റേസ് ടു -1, t റേസ് ടു -1. ഇവിടുന്ന് m റേസ് ടു 0, l റേസ് ടു 0, t റേസ് ടു 0 is equal to m ആദ്യം എഴുതി, m റേസ് ടു c2, പിന്നെ അടുത്ത് എന്താണ്? +1 വരും അല്ലേ. എമ്മിൻ്റെ കാര്യം തീരുമാനമായി. l റേസ് ടു ഫസ്റ്റ് a2, പിന്നെ അടുത്ത l -3c2, പിന്നെ അടുത്ത l -1, പിന്നെ t റേസ് ടു -b2 എന്താണ്? -1. ഓക്കെ. ഇവിടെ നിന്ന് 0 ഈക്വൽസ് c2 +1. ഇവിടെ നിന്ന് c2 ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. നെക്സ്റ്റ് 0 ഈക്വൽസ് a2 -3c2 -1. ഇവിടെ നിന്ന് 0 ഈക്വൽസ് a2 -3 ഇൻറ്റു -1 -1. c2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിടാം. അപ്പോൾ അവിടെ നിന്ന് 0 ഈക്വൽസ് a2 +3 -1 ദാറ്റ് ഈസ് a2 ഈസ് ഈക്വൽ ടു -2.
ഇനി അടുത്ത മൂന്നാമത്തെ ടീയുടെ പവർ 0, അവിടുത്തെ ടീയുടെ പവർ -b2 1. അവിടെ നിന്ന് എന്ത് കിട്ടും? -b2 = 1 കിട്ടും, b2 = -1. അപ്പോൾ ഇതെടുത്ത് ഇനി ഈ ഒരു സാധനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈ ഈക്വൽസ് d⁻(a2) ദറ്റ് ഈസ് d⁻², ആൻഡ് ω⁻(b2). b2ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കും? -1. ρ⁻(c2)ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കും? -1. ആൻഡ് μ⁻⁻ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഡിനോമിനേറ്റർ എഴുതി കഴിഞ്ഞാൽ പൈ ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ഡിനോമിനേറ്റർ എഴുതി കഴിഞ്ഞാൽ പൈ ഈക്വൽ ടു μ/ω ρd². അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? പൈ കണ്ടുപിടിക്കണം. അപ്പോൾ മൂന്നാമത് പൈ കണ്ടുപിടിക്കാൻ π3 = d³ d⁻(a3) ω⁻(b3) ρ⁻(c3) × q. ഇപ്പോൾ എന്താണ്? അത് നമ്മളെടുത്ത് എഴുതി. π3 = d⁻(a3) ω⁻(b3) ρ⁻(c3) q. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m0 l0 t0 വരും, വിച്ച് ഈസ് ഈക്വൽ ടു d⁻(a3). d എന്ന് പറഞ്ഞാൽ l⁻(a3) മൈനസ് ω എന്താണ്? t⁻⁻1 the whole raised to b3 റോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? l⁻³ the whole raised to c3 ഡിസ്ചാർജ് ഇറ്റർ ക്യൂബ്. t⁻⁻1 the whole ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുമ്പം പവർ ഓരോന്നിനും കൊടുക്കുക. l⁻(a3) ഇനി പവർ കൊടുക്കുമ്പോൾ t⁻⁻(b3), ഇനി പവർ കൊടുക്കുമ്പം m⁻(c3), l⁻⁻(c3), l³ t⁻⁻1. ഇനി ഇവിടെ നിന്ന് m⁻0 l⁻0 t⁻0. ഫസ്റ്റ് m എടുത്ത് എഴുതി, m⁻c3, വേറെ m ഒന്നുമില്ല. പിന്നെ അടുത്ത l ഫസ്റ്റ് a3 എഴുതി, പിന്നെ ഇവിടെ -3c3 എഴുതി, പിന്നെ +3 എഴുതി. പിന്നെ അടുത്ത t⁻, ഇവിടെ എന്ത് വരും? -b3, ഇവിടെ എന്ത് വരും? -1. ഇവിടെ 0 = c3 0 എന്ന് കിട്ടി. 0 = ഇത് a3 -0 +3. c3ക്ക് 0 എന്നങ്ങ് കൊടുത്ത്. അപ്പോൾ അവിടെ നിന്ന് a3 = -3 കിട്ടും. പിന്നെ 0 = ഇതിൻ്റെ -b3 -1, ദറ്റ് ഈസ് b3 = -1 കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് π3യുടെ വാല്യൂ എന്ന് പറയുന്നത് d⁻(a3) ദറ്റ് ഈസ് -3, ω⁻(b3) b3 = -1, ρ⁻(c3) which is equal to 0, q. ഇവിടെ നിന്ന് π3 = q/d³ ω. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിനി ഫംഗ്ഷൻ 3 π1 π2 π3 നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ π1 π2 π3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ π1 π2 π3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ ഇത് π1 ആണ്, ഇത് π2 ആണ്, ഇനി അടുത്ത എന്താണ്? ഇത് π3 ആണ്. അപ്പോൾ ഈ 3 സാധനം വെച്ചിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ, f of π1 π2 π3 = 0 എന്ന് എഴുതാം. f of π1, π2, π3 = 0 ഒരു ഫംഗ്ഷൻ ഓഫ് ഈ സാധനം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ. പൈയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും? π1ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കും? π1ൻ്റെ സ്ഥലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന π1 = η എന്ന് കിട്ടി, അതായത് η കൊടുത്തു, π2ൻ്റെ സ്ഥലത്ത് എന്താ കൊടുത്തേക്കുന്നത്? π2 = എന്താണ്? μ/ω⁻d². π3യുടെ സ്ഥലത്ത് എന്ത് കൊടുക്കും? ഇത് കൊടുക്കും, q/d³ ω, which is equal to 0. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ ഇടുക. η = ഇതെല്ലാം അപ്പുറത്തുകൊണ്ടുപോയി ഫംഗ്ഷൻ ഓഫ് ഇത് അപ്പുറത്തൊന്നും പറഞ്ഞു തരാം. അതായത് ഇങ്ങനെ എഴുതാം, π1 = അനദർ ഫംഗ്ഷൻ ഓഫ് എന്താണ്? π2 ആൻഡ് π3 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അതായത് എന്താണ്? d² ω⁻ρ q/d³ ω. ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിക്വയർഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇത് ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാര്യം ഈ π1 π2 π3 കണ്ടുപിടിക്കുന്നത് വരെ ഉള്ളൂ. അത് നമ്മൾ ബക്കിംഗ്ഹാംസ് തിയറം പറയണം. അത് കഴിഞ്ഞിട്ട് ബാക്കി π1 ചെയ്യുന്നതും π1 സോൾവ് ചെയ്യുന്നതും π2 സോൾവ് ചെയ്യുന്നതും π3 സോൾവ് ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ റെയിലേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റെയിലേ മെത്തേഡ് പറഞ്ഞ പോലെയാണ്.
ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ബക്കിംഗ്ഹാംസ് പൈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഇഫ് ദർ ആർ n വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ എ ഫിസിക്കൽ ഫിനോമിന ആൻഡ് ഇഫ് ദീസ് വേരിയബിൾസ് കണ്ടെയ്ൻസ് m ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടായിരുന്ന പോലെ ഇവിടെ എത്ര ഉണ്ടായിരുന്നു? n വേരിയബിൾസ് ഉണ്ടായിരുന്നു ആൻഡ് m ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്തേ? ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്, then the variables are arranged into n minus m dimensionless term. n minus m dimensionless term pi 1 pi 2 pi 3. pi 1 pi 2 pi 3ക്ക് ഡയമെൻഷൻസ് ഇല്ലല്ലോ. അപ്പോൾ pi 1 pi 2 pi 3 എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് ടേം ആയിട്ട് എഴുതും. ആൻഡ് ഈച്ച് ടേം ഈസ് നോൺ ആസ് പൈ ടേം. അപ്പോൾ അത് വെച്ചിട്ട് ഇഫ് x1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് x2 x3 then the function of entire variables equal to 0 then d can be grouped into function of pi 1 pi 2 etc pi n is equal to 0. ഇതാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം. അതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത് എഴുതി വെക്കുക. സ്റ്റെപ്പ് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ സാധനം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ മറ്റേ ഇതെഴുതി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ ഇതല്ലാതെ വേറെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു സാധനം ഡിറൈവ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh phi ഓഫ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പൈ ടൈംസ് ഇവിടെ ഉണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട v ആണ് നമ്മൾ കണ്ടുപിടിക്കുക. v എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് എടുക്കുക. ഫംഗ്ഷൻ ഓഫ് ബാക്കിയുള്ളത് h ഉണ്ട്, g ഉണ്ട്, d ഉണ്ട്. അത് ഓരോ തവണ g h d mu rho v. അപ്പോൾ എന്താണ്? v ഓൾറെഡി ഉണ്ട്, v ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ h d mu. അപ്പോൾ ഇത് ഫസ്റ്റ് ജിയോമെട്രിക് ക്വാണ്ടിറ്റി, പിന്നെ എന്താണ് ആക്സിലറേഷൻ, നമ്മൾ ഫ്ലോ ക്വാണ്ടിറ്റി, പിന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പവർ വരും അല്ലേ? ഇതിന് a1, ഇതിന് b1 റൈസ് ടു ഇത് c1, ഇതിന് പവറില്ല. ഇത് a2 റൈസ് ടു a2, ഇത് റൈസ് ടു b2, ഇത് റൈസ് ടു c2, ഇത് റൈസ് ടു a3, ഇത് b3, ഇത് c3 ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കിട്ടിയ സാധനം ഉണ്ടല്ലോ, ഇതുപോലെ വരുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇങ്ങനെയും തരാം, നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പറയാത്തതിന് ഇങ്ങനെ ഒരു സാധനം ഡിറൈവ് ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കി എന്ന് വെച്ചിരുന്നാൽ മതി. ആ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കി വെക്കുമ്പോഴത്തേക്ക് ആ ഡൗട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡയമെൻഷൻസ് പഠിക്കുന്നത് ഫസ്റ്റ് വീഡിയോ നോക്കി പഠിക്കാം.